സെമി ഫൈനലുകളില്ല, ഫൈനലില്ല. ഇനി പട്ടാഭിഷേകം മാത്രം. 2014 പ്രധാനമന്ത്രിയാകാൻ പോകുന്ന നരേന്ദ്രമോദിക്ക് അനുകൂലമായി എഴുതി വച്ച ഫ്ലക്സ് ബോർഡുകളാണിവ. കേരളത്തിലും അതുപോലെ ഇന്ത്യ ഒട്ടുക്കം എഴുതി വച്ച ഈ ഫ്ലക്സ് ബോർഡ് ഇപ്പോൾ തിരുത്തപ്പെടുകയാണ്. സെമി ഫൈനലില്ല, ഫൈനലുമില്ല. ഇനി രാഹുൽ ഗാന്ധിയുടെ ജൈത്ര യാത്രയാണ്. പ്രിയപ്പെട്ടവരെ, രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ തരംഗത്തിന് വേണ്ടി ഈ ഭാരതം കാത്തിരിക്കുകയാണ്. ഒരു നിശബ്ദ തരംഗം അതായിരിക്കും ഇന്ത്യയിൽ എമ്പാടും വീശി അലയടിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ പറയട്ടെ. എല്ലായിടത്തും ഇന്ത്യ മുന്നണി സാരഥികളുടെ ഒരു അഭൂതപൂർവമായ വിജയപ്രതീക്ഷയ്ക്ക് വേണ്ടിയുള്ള മാറ്റൊലിയാണ് ഇപ്പോൾ കേൾക്കുന്നത്. BJPയുടെ തരംഗമെല്ലാം അസ്തമിച്ച് കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും BJP വിരുദ്ധ ചേരി അതിശക്തമായി മൂർച്ഛപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് കുറി വിജയപ്രതീക്ഷ ഏറെയാണ്. അദ്ദേഹം വയനാട്ടിൽ വന്നിരിക്കുന്നത് അമേത്തിയിലെ തോൽവി ഭയന്നാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കടക്കം ഒത്ത മറുപടി കൊടുക്കാൻ തന്നെയാണ് കോൺഗ്രസ്സുകാരുടെ നീക്കം. ഇതൊരു ചരിത്ര നിയോഗമാണ്, ഒരു ദൗത്യം. ഇന്ത്യയുടെ മതേതരത്വത്തെ ഏറെക്കുറെ മങ്ങലേൽപ്പിച്ച ഈ സംഘപരിവാർ ശക്തികളെ അടിച്ചൊതുക്കേണ്ട, ഫാസിസ്റ്റ് കിരാത ഭരണകൂടത്തെ അടിച്ചൊതുക്കേണ്ട ഉത്തരവാദിത്തം രാഹുലിൽ നിക്ഷിപ്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി തന്നെ അനുകൂലമായി രാഹുലിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. BJPയിൽ പോലുമുള്ളവർ നിരവധി പേർ രാജിവെച്ച് ദിവസേന കോൺഗ്രസിൽ ചേരുന്ന ഇതുകൊണ്ടാണ്. കർണാടകയിൽ തന്നെ നിരവധി പേർ ഇതിനോടകം തന്നെ കോൺഗ്രസിൽ ചേർന്നു. നിരവധി BJP മുൻ MPമാരും MLAമാരുമൊക്കെ രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേരുന്ന ഒരു സന്ദർഭത്തിൽ ഇത് ദക്ഷിണേന്ത്യയിലെ തരംഗം മാത്രമല്ല, ഉത്തരേന്ത്യയിലും ഇതിൻ്റെ ഒരു മാറ്റൊലി കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്ക് ജോഡോ യാത്രയിലൂടെ കിട്ടിയ ജനപ്രീതി ചെറുതല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയേറെ ഈ മനുഷ്യൻ നടന്നു നീങ്ങിയത് ഈ രാജ്യത്തിൻ്റെ ഒത്തൊരുമയ്ക്ക് വേണ്ടിയാണ്. ഒന്നാകുന്ന ഭാരതവും ഒരുമിക്കുന്ന ചുവടുകളും എന്ന ആപ്തവാക്യം കൃത്യമായി യുവാക്കളുടെ സിരകളിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അതൊരു നിശബ്ദ തരംഗമാകാതെ എന്തു ചെയ്യും എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഒരു ശക്തമായ അദൃശ്യ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയട്ടെ.